പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിൻ്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു ഡെമോയാണ്. സാംസങ്ങിൻ്റെ തന്നെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. അതിലൊരു ബേസിക് മോഡലാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാണുന്ന നമുക്ക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ടോപ്പിലത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഗ്ലാസ് ഡോറാണ് അതിൽ വരുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തൊട്ട് മുകളിലായിട്ട് തന്നെ ഡിറ്റർജൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ബോക്സായിട്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് ഡിറ്റർജൻറ്റോ ലിക്വിഡോ ഇതൊക്കെ തന്നെ അതിലൊഴിച്ച് വയ്ക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഈ ഒരു കംഫോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ അതിലൊഴിച്ച് വയ്ക്കാനുള്ള ഓപ്ഷനാണ്. അതിൽ തന്നെ നമുക്ക് കംഫോർട്ട് കാര്യങ്ങളൊക്കെ ഒഴിച്ച് വയ്ക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ്റെ കൂടെ തന്നെ ഒരു ഇൻലെറ്റ് പൈപ്പും ഔട്ട്ലെറ്റ് പൈപ്പും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഡ്രം വരുമ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്കൊരു ഫിൽറ്റർ വരുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകുന്ന ടൈമിൽ തന്നെ അതിൻ്റെ അഴുക്കുകളൊക്കെ തന്നെ ഈ ഒരു ബോക്സിനകത്ത് വന്ന് അടിഞ്ഞുകൂടിയിരിക്കും. അത് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യേണ്ടതാണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് വാട്ടർ ഇട്ട് തന്നെ പ്രഷർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ക്ലീൻ ആവുന്നതാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക വീണ്ടും. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ തന്നെ മെയിനായിട്ടുള്ള നമുക്ക് ഫങ്ഷനിലോട്ട് കിടക്കാം. ഓക്കെ, ഈ കാണുന്ന ഓപ്ഷൻസൊക്കെയാണ് നമുക്ക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സുകൾ. അതിൽ ഫസ്റ്റ് ബട്ടൺ വരുന്നത് പവർ ബട്ടണാണ്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന ഓപ്ഷനാണ് ഫങ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വാഷ്, റിൻസ്, സ്പിൻ അങ്ങനെ 3 ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റ് തന്നെ അത് കത്തി നിൽക്കുന്നതാണ്. ഏത് ഓപ്ഷനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ച് ഇപ്പം വാഷിംഗ് കഴിയുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റ് അവിടെ അണയുന്നതാണ്. പിന്നെ ഏത് ഫംഗ്ഷനിലാണ് നടക്കുന്നത് ആ ഒരു ഫംഗ്ഷനിലായിരിക്കും ആ ലൈറ്റ് കത്തുന്നത്. പിന്നെ തൊട്ടടുത്ത് തന്നെ മൺസൂൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്പിൻ ടൈം ആഡ് ചെയ്യണമെങ്കിൽ തന്നെ ആ ഒരു ഫംഗ്ഷനിൽ ആ ഒരു ഓപ്ഷനിലിട്ട് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഏകദേശം 15 to 30 മിനിറ്റ് വരെ മാക്സിമം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആ മൺസൂൺ ടൈമിൽ തന്നെ നമുക്ക് ഈ സ്പിന്നിങ് മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ തന്നെ ആ ഒരു മൺസൂൺ ടൈം സെലക്ട് ചെയ്തിട്ട് സ്പിൻ ടൈം കൂടെ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഷ് ചെയ്ത തുണിയിൽ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്പിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തൊട്ടടുത്തായിട്ട് തന്നെ പിന്നെ വാട്ടർ ലെവൽ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ എത്ര ഇപ്പം തുണിക്കനുസരിച്ചുള്ള എത്ര വെള്ളമാണ് നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം കുറച്ച് തുണികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ 1 2 അങ്ങനെ ഇട്ട് യൂസ് ചെയ്യുക. പിന്നെ കൂടുതൽ തുണികളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് 5 എന്നുള്ള ഇതിൽ ഇടാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ തൊട്ടടുത്താണ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. നിങ്ങൾക്ക് ഏത് പ്രോഗ്രാം സെലക്ട് ചെയ്താലും ആ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് പിന്നെ പൗസ് ബട്ടണും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നോർമൽ, ക്വിക്ക് വാഷ്, ഡെലിഗേറ്റ്സ്, സോക്ക് പ്ലസ് നോർമൽ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ തൊട്ട് താഴെ ഫങ്ഷനിൽ സൈക്കിളിൽ അമർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഫങ്ഷൻ വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് വരുന്നതാണ് നോർമൽ ഓപ്ഷൻ. അത് നിങ്ങൾക്ക് നോർമൽ ഡ്രസ്സൊക്കെയാണ്, മിക്സഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ തന്നെ നോർമൽ ഫങ്ഷനിലിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് കൊടുത്താൽ മതി. അതിൻ്റെ തൊട്ടടുത്ത് വരുന്നതാണ് ക്വിക്ക് വാഷ് എന്നുള്ള ഓപ്ഷൻ. അത് കുറച്ച് തുണികൾ നിങ്ങളിപ്പം കൂടുതൽ നേരം ഇടാത്ത തുണികളൊക്കെ തന്നെ ക്വിക്ക് വാഷ് എന്നുള്ള ഓപ്ഷനിലിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് ഈ ഒരു 2-3 കിലോ തുണികൾ മാത്രമേ അതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓവറായിട്ടുള്ള തുണികൾ ക്വിക്ക് വാഷിലിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കുറഞ്ഞ ടൈം കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ അടുത്ത് വരുന്നതാണ് ഡെലിക്കേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ. അതിൽ വരുമ്പോൾ നമുക്ക് ഈ കട്ടി കുറഞ്ഞ തുണികളൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിലിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ മോട്ടർ വരുമ്പോൾ വളരെ പതുക്കെയായിരിക്കും, സ്ലോയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് കൂടുതൽ ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വൃത്തിക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെലിഗേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. പക്ഷേ കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നതായിരിക്കും ചെയ്യുന്നത്. പിന്നെ സോക്ക് പ്ലസ് നോർമൽ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സെപ്പറേറ്റ് സോക്ക് ഇപ്പം വെള്ളത്തിൽ തന്നെ കുതിർത്ത് കൂടുതൽ നേരം
ഇട്ടിരുന്നാൽ മതി. അങ്ങനെ എന്നുള്ള ഓപ്ഷനൊക്കെ തന്നെ ഈ സോക്ക് പ്ലസ് നോർമലിലിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രസ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ കൂടുതൽ നേരം കുതിർത്തിട്ടിട്ട് പിന്നെ വാഷ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ സോക്ക് പ്ലസ് നോർമലിൽ ഇട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എനർജി സേവിങ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് വളരെ ഇപ്പം കറണ്ട് മിതമായ കറണ്ടിൽ തന്നെ ചെറിയൊരു അളവിലുള്ള കറണ്ടിൽ തന്നെ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതും നേരത്തെ പറഞ്ഞ പോലെയാണ്, കുറച്ച് തുണികളിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷനിലിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ടൈം നോർമൽ വാഷിനേക്കാളും കുറച്ചുകൂടി ടൈം കൂടുതലെടുക്കും. പിന്നെ വളരെ കുറഞ്ഞ കറണ്ടിലായിരിക്കും അത് വർക്കും ചെയ്യുന്നത്, എനർജി സേവിങ് എന്നുള്ള ഓപ്ഷൻ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എക്കോ ടപ്പ് ക്ലീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ഒരു മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഈ ഡ്രമ്മിന് ബാക്ക് സൈഡായിട്ട് തന്നെ ഈ അഴുക്ക് കാര്യങ്ങളൊക്കെ അടിഞ്ഞുകൂടും. അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്കോ ടപ്പ് ക്ലീൻ ചെയ്യേണ്ടത്. അത് നമുക്ക് എക്കോ ടപ്പ് ക്ലീൻ ഇട്ട് അതിൻ്റെ തന്നെ ഒരു പൊടി കാണും, അത് ഇത് വാഷിംഗ് മെഷീനകത്ത് തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ നടക്കുന്നതാണ്. ഏകദേശം 2 മണിക്കൂർ അടുപ്പിച്ച് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് നടക്കുന്നതാണ്. കാരണം നമുക്ക് വാട്ടറൊക്കെ ഫുൾ ഫില്ല് ചെയ്തായിരിക്കും നമുക്ക് ഇതിൽ ഈ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ടൈം ഡിലേ ഇതിൽ വരുന്നുണ്ട് ടപ്പ് ക്ലീനിൽ. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നതാണ് ഡിലേ എൻഡ് എന്നുള്ള ഓപ്ഷൻ. അത് നമുക്ക് ഡിലേ എൻഡ് ഇപ്പം നമുക്കൊരു തുണി കഴുകാനിടണം. ഇപ്പം നമ്മൾ രാത്രി ആണ് നമ്മൾ തുണിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് രാവിലെ ഒരു 5 മണിക്കൊക്കെയാണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഡിലേ എൻഡ് ഇപ്പം അതിൽ മിനിമം 1 മണിക്കൂർ തൊട്ട് 24 മണിക്കൂർ വരെ ഓപ്ഷനുണ്ട്. അത് നമുക്ക് ഒരു 5 മണിക്കൂർ കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്താൽ മതിയെങ്കിൽ 5 എന്നുള്ള മണിക്കൂറിൽ സെലക്ട് ചെയ്തിട്ടിട്ട് സ്റ്റാർട്ട് കൊടുത്തിട്ടിരുന്നാൽ മതി. കറക്റ്റ് ഒരു 5 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും അത് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, ഇത്രയും ഓപ്ഷൻസൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം സാംസങ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.